മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ നന്ദിനി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല ഒന്നുമില്ല. എന്നോട് നീ ഒളിക്കാൻ ശ്രമിക്കണ്ട. നിന്റെ മുഖമൊന്ന് വാടിയാൽ ആ നിമിഷം എനിക്കത് മനസ്സിലാവും. പിന്നെന്തിനാ മോളെന്നോട് കള്ളം പറയുന്നേ? പറ, എന്തിനാ സിയെ വന്നത്? എന്താ മോളെ? എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറ. വിഷമിക്കരുത്. അമ്മായിയെ ഇപ്പൊ ഒന്ന് അറിയിക്കുകയും ചെയ്യരുത്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്?
ചേച്ചിയെ അറിയിക്കാതിരിക്കാൻ തക്കവണ്ണം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഗൗരി, നമ്മുടെ നന്ദിനിക്കുട്ടി ചതിക്കായിരുന്നു വെച്ച. ചതിക്കാനോ? എങ്ങനെ? സ്നേഹം നടിച്ച് അവളെ കൂടെ കൂട്ടിയത് കൊല്ലാനായിരുന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമാണച്ച. ആ ദുഷ്ടൻ അവളെ കൊന്നുകളഞ്ഞു. അമ്മായി, ഒരു പാവം പെണ്ണിനെ കൊന്നുകളഞ്ഞിട്ട് അങ്ങ് സുഖിച്ച് വാഴാമെന്ന് കരുതി. അല്ലടാ പന്ന നാറി. നടന്നതൊക്കെ തുടക്കം മുതൽ തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. ഇല്ലെങ്കിൽ നിന്റെ ഈ ഭൂമേനിയില് പഴുപ്പ് കയറാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കി കാണില്ല. പറയടാ പറയടാ നാറി. പറയാം, എല്ലാം പറയാം. എന്നിട്ട് സ്വർണ്ണമയൂരം, സ്വർണ്ണമയൂരം. അവനെ രക്ഷിക്കണം മോനെ. ഇനി നീ വിചാരിച്ചാലേ അത് നടക്കൂ. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ആ കാലന്മാരെല്ലാരും കൂടി കൊന്നു തിന്നും. തിന്നട്ടെ. എന്നാലെങ്കിലും അവൻ ചെയ്ത മഹാഭാവത്തിന് ബാക്കിയുള്ളവർക്കെങ്കിലും മോശം കിട്ടുമല്ലോ. നീ എന്തൊക്കെയായി പറയുന്നത്? അവനൊരു കൈപ്പിഴ സംഭവിച്ചു പോയെന്ന് വെച്ച്. കൈപ്പിഴയോ? സ്വന്തം ഭാര്യയെ മധുവിതൊന്നും പറഞ്ഞു കൊണ്ടുപോയി കൊന്നുകളയുന്നതാണോ കൈപ്പിഴ? ലജ്ജ തോന്നില്ലേ ചേച്ചി ഇങ്ങനെ സംസാരിക്കാൻ? സമ്മതിച്ചു, അവൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചു എന്ന് വെച്ച് എനിക്ക് അവനെ തള്ളി പറയാൻ പറ്റുമോ? ഞാൻ അവന്റെ അമ്മയല്ലേടാ. മകൻ ജയിലിലായപ്പോ ചേച്ചിക്ക് സഹിക്കാനാവുന്നില്ലല്ലേ? ഇതിലും എത്രയോ വലുതായിരിക്കും മകള് നഷ്ടപ്പെട്ട അമ്മയുടെ വേദന. സ്വന്തം ഭർത്താവിന്റെ കൈകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന മോളെ ഓർത്ത് ആ അമ്മ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. എന്താ അതൊന്നും കാണാൻ കണ്ണു വേണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് വലുത് എന്റെ മോനാ. അവനെ ജയിലിൽ അയക്കുമ്പോ അവർക്ക് അവരെ ചത്തുപോയ മോളെ തിരിച്ചു കിട്ടുവോ? ഇല്ലല്ലോ. കഷ്ടം. ചേച്ചി ഇത്ര സെൽഫിഷ് ആയിപ്പോയല്ലോ. ഇവര് ചെയ്തത് നിസ്സാര കുറ്റമല്ല, ഒരു കൊലപാതകമാണ്. മോനോടുള്ള അമിത സ്നേഹം കൊണ്ട് ചേച്ചിക്ക് ഒരു പക്ഷേ അത് വളരെ സിമ്പിളായി തോന്നിയേക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ഒന്നല്ല, 2 ജീവൻ അവൻ കുരുതി കൊടുത്തത്. അവളുടെ വയറ്റിൽ അവൻ ജന്മം നൽകിയ കുഞ്ഞുണ്ടായിരുന്നു. അതോർത്തെങ്കിലും അവൻ ഈ പാപം ചെയ്യാതിരിക്കാമായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി അതേപറ്റി വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
അവന് നീയൊക്കെ ഒരേ ചോരയല്ലേടാ. രക്തബന്ധത്തെക്കാൾ വലുതാണോ വല്ലയിടത്തുനിന്ന് വലിഞ്ഞു കയറി വന്നൊരു പെണ്ണിന്റെ കാര്യം? വലിഞ്ഞു കയറി വന്നൊന്നുമല്ലല്ലോ അവൾ. അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നല്ലേ. ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാൻ ഇതേ വഴി ഉണ്ടായിരുന്നുള്ളൂ. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മാപ്പർഹിക്കാത്ത തെറ്റവൻ ചെയ്തത്. പിന്നെ രക്തബന്ധത്തിന്റെ കാര്യം, അവന്റെ ചോരയിൽ കുരുത്ത കുഞ്ഞു തന്നെയല്ലേ അത്. എന്നിട്ടും എന്തുകൊണ്ട് അവനത് മറന്നു? സ്വന്തം ചോരയോട് അവന് തോന്നാത്ത സ്നേഹം എനിക്കുണ്ടാകണമെന്ന് ചേച്ചി വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. ചേച്ചിയായിട്ടല്ല, അമ്മയുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അതിനുവേണ്ടി നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാനും തയ്യാറാ ഞാൻ. ഇല്ല ചേച്ചി, എന്നെ നിർബന്ധിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരപരാധത്തിന് കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല. അവനെ രക്ഷിക്കാൻ എത്ര പണം വേണമെങ്കിലും ചേച്ചിക്ക് എടുക്കാം. പക്ഷേ അവന് വേണ്ടി ആരോട് ശുപാർശ ചെയ്യാൻ എന്നെ വിളിക്കരുത്. ഒരമ്മയുടെ സന്തോഷത്തിനു വേണ്ടി മറ്റൊരമ്മയുടെ സങ്കടം കണ്ടിലെന്ന് വയ്ക്കാൻ എനിക്കാവില്ല. ചേച്ചി ക്ഷമിക്കണം. ചേച്ചിയുടെ മോൻ ചെയ്ത മഹാപരാധത്തിന് ആ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ പോവാ ഞാൻ. സങ്കടം സഹിക്കാനാവാതെ അവരെന്നെ ശപിച്ചാൽ പോലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചോളാം. അവന് വേണ്ടി അത്രമാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ. ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെ ഇതെന്തൊരു ഇരിപ്പാ. ദാ ഇതും കുടിച്ചേ. എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ മോളെ കാണണം. എന്നെ അവളടുത്ത് കൊണ്ടുപോ കുഞ്ഞുലക്ഷ്മി. ഞാൻ അവളടുത്ത് കുറച്ചു നേരം ഇരുന്നോട്ടെ. എന്തമ്മ ഇങ്ങനെ? ഇത് കുടിച്ചേ. വേണ്ട മോളെ, അമ്മായിക്ക് ഒന്നും വേണ്ട. എന്റെ കുഞ്ഞിന്റെ കുഴിമാടത്തിലും മണ്ണുണങ്ങാതെ എനിക്ക് ഒന്നും തൊണ്ടേന്ന് ഇറങ്ങില്ല. കുഞ്ഞുലക്ഷ്മി, ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. ഓക്കറിയാലോ, അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടും അവക്കിങ്ങനെ വന്നല്ലോ മോളെ. അമ്മായി, പക്ഷേ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെന്നറിയാം. എങ്കിലും എന്റെ ഒരു മനസ്സമാധാനത്തിനു വേണ്ടി എനിക്ക് പറയാനുള്ളത് കേൾക്കണം. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. അതിന്റെ ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ.
ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു. സാറിപ്പോ പറഞ്ഞ പോലെ അവന്റെ ഉള്ളിലെ മൃഗത്തെ ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞില്ല. ജീവിച്ച് കൊതിതീരാത്ത ഒരു പാവം പെണ്ണിന്റെ ജീവൻ തല്ലിക്കെടുത്തിക്കൊണ്ട് വേണമായിരുന്നു അവന് ഞങ്ങളോടൊക്കെ പ്രതികാരം ചെയ്യാൻ. അതുകൊണ്ട് എന്താ അവൻ നേടിയത്? പണത്തിന്റെ ബലം കൊണ്ട് ഒരുപക്ഷെ അവൻ രക്ഷപ്പെടുമായിരിക്കും. അവൻ ഇല്ലാതാക്കിയ 2 ജന്മങ്ങളുണ്ടല്ലോ, ആ ആത്മാക്കളുടെ ശാപത്തിൽ നിന്ന് അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. ക്ഷമിക്കണം, അച്ഛന്റെ വിഷമം കൊണ്ട്. വേണ്ട, ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ വേണി. ആഷ പറഞ്ഞ പോലെ അവളുടെ ശാപം അവൻ മാത്രമല്ല അനുഭവിക്കേണ്ടത്, മംഗലത്ത് വീട്ടിലുള്ള എല്ലാവരുമാ. നന്ദിനിയുടെ അമ്മ അകത്തുണ്ട്. എനിക്കൊന്ന് കാണണമായിരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ആയതേ ഉള്ളൂ. അമ്മായി, വിസ്തരിച്ച് ഉണ്ണാൻ വരാന്നും പറഞ്ഞു പോയതല്ലേ ഇവിടുന്ന്. എന്നിട്ടിപ്പോ അവളുടെ കൊലച്ചോറുണ്ണാൻ വന്നാണോ? അമ്മേ, ഞാൻ വിളിക്കരുത്, എന്നെ എങ്ങനെ വിളിക്കരുത്.